ഇപ്പോൾ നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് താഴെ ഒരു 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ചില 5G ഫോൺസൊക്കെ 10,000 രൂപയ്ക്ക് താഴെ കിട്ടുന്നുണ്ട്. ഇവൻ ഇപ്പം 9,000 രൂപയ്ക്ക് താഴെ തന്നെ ഒരു 5G ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് പോക്കോ M6 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇപ്പം അവർ എയർടെല്ലായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വില കുറച്ചും കൂടിയൊക്കെ കുറച്ചിട്ടുണ്ട്. ഇവൻ 9,000 രൂപയ്ക്ക് താഴെ തന്നെ ഈ ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ M6 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ 5G ഫോണാണ് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം എടുത്തു പറയേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് മീഡിയാടെക് ഡിമെൻസിറ്റി 6100+ എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 8,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. 5G സപ്പോർട്ട് തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പെർഫോമൻസ് എന്നുള്ളത് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുമാത്രമല്ല 5G സപ്പോർട്ട് എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. Type C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP മെയിൻ ക്യാമറ സെൻസറും ഒരു A ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ തിരക്കുകളില്ലാത്ത ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഓറിയൻ ബ്ലൂ അതുപോലെ തന്നെ ഗലാക്റ്റിക് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ്. 6.74 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. LCD പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു 5G ഫോണാണ് എന്നുള്ള കാര്യമൊക്കെ കൺസിഡർ ചെയ്യുമ്പം. എന്നാലും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 nits ആണ്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കില്ലാത്തൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ ഫോണിൻ്റെ 4GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 8,799 രൂപയാണ്. മാർച്ച് 10 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ മൊത്തത്തിൽ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നല്ലൊരു പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എയർടെല്ലായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് നമ്മൾ എയർടെലിൻ്റെ തന്നെ സിം യൂസ് ചെയ്യേണ്ടി വരും ഈ ഒരു ഫോണിൽ. എയർടെൽ സിമ്മായിട്ട് ഈ ഫോണിൽ ലോക്കായിരിക്കും. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പം അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ എല്ലാ സിമ്മും സപ്പോർട്ട് ചെയ്യുന്ന വെർഷന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്തായാലും 9,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്കൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ എയർടെലിൻ്റെ സിമ്മാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് ഇപ്പോൾ ഉള്ള കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു 5G ഫോൺ. എന്തായാലും പോക്കോ M6 5G എന്ന ഫോണിൻ്റെ എയർടെൽ ലോക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു വെർഷനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ എടുക്കുമോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.